സംസ്ഥാന നേതൃത്വം അറിയാതെ ബി ജെ പിയുടെ ഒരു സംഘടനാ രീതി അനുസരിച്ച് ആരുമായിട്ടും ഒരു ചർച്ച നടക്കില്ല. അത് ബി ജെ പിയുടെ ഒരു സംഘടനാ രീതി അറിയാത്തതുകൊണ്ടാണ്. ബി ജെ പിയുടെ പാർട്ടി കേന്ദ്ര നേതൃത്വം ആരോടെങ്കിലും എന്തെങ്കിലും രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കേരള ഘടകത്തിന്റെ അറിവോടും സമ്മതത്തോടും കൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിന് ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പാർട്ടി കേന്ദ്ര തീരുമാനിക്കും. അതുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമോ സംസ്ഥാന ഘടകമോ അറിയാതെ ചർച്ചകൾ ഉണ്ടാകുക എന്നതൊക്കെ പറയുന്നത് അത് ബി ജെ പിയുടെ ഒരു സംഘടനാ രീതിയെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ്. അങ്ങനെ ഒരു സംഭവം ബി ജെ പിക്ക് ഉണ്ടാവില്ല. അല്ല, ആരോടൊക്കെ ചർച്ച നടത്തി എന്ന് ഞാനെങ്ങനെ പത്രസമ്മേളനത്തിൽ പറയാം? അത് ഞങ്ങളുടെ ഒരു സീക്രട്ടല്ല, നിങ്ങളോട് പറയാൻ പറ്റും. ഞങ്ങൾ പലരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടിനെ അനുകൂലിക്കുന്ന വ്യക്തികൾ, സംഘടനകൾ, സമുദായങ്ങൾ എല്ലാവരുമായിട്ടും ഞങ്ങൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേരളത്തിൽ ഒരു പ്രോ മോഡി വേവ് ഉണ്ടെന്ന് ഞാൻ പറയാനുള്ളത്. കാരണം അത് ആരോടൊക്കെ ചർച്ച നടത്തി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞാൽ പിന്നെ ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയുള്ളത്? അല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ സംഘടനയോ മാത്രം നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത്? നിങ്ങൾ എറണാകുളത്തെ മാധ്യമ പ്രവർത്തകരല്ലേ? കിഴക്കമ്പലത്ത് അദ്ദേഹത്തിനുള്ള സ്വാധീനം നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് അറിയുന്നവരല്ലേ നിങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രാവശ്യം ബി ജെ പിക്ക് ഒരു അജണ്ടയുള്ളൂ. ആ അജണ്ട എന്ന് പറയുന്നത് നരേന്ദ്രമോദി 10 വർഷക്കാലം മുമ്പോട്ട് വെക്കുന്ന ഒരു ഡെവലപ്മെന്റൽ പൊളിറ്റിക്സ് ഉണ്ട്. നമ്മുടെ രാജ്യം സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പൊളിറ്റിക്സ് കാണുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം മുഴുവനും ജാതിയുടെയും സമുദായത്തിന്റെയും പേരിലുള്ള ചരിത്രമാണ്. അത് മാറ്റിമറിച്ചുകൊണ്ട് എല്ലാ ജാതി സമവാക്യങ്ങളെയും രാഷ്ട്രീയത്തിന് മാറ്റിമറിച്ചുകൊണ്ട് ഡെവലപ്മെന്റ് പൊളിറ്റിക്സിന് സ്കോപ്പുണ്ട് എന്ന് രാജ്യത്ത് തെളിയിച്ചത് നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദിയുടെ ഡെവലപ്മെന്റ് പൊളിറ്റിക്സിനോട് സ്വീകാര്യതയുള്ള ആരുമായിട്ടും ഞങ്ങൾ സഖ്യം ചെയ്യും. ഞങ്ങൾക്കതിന് ഒരു ബാറിങ്ങുമില്ല. ഞങ്ങളുടെ ബാക്ക് ഹിസ്റ്ററി പോലും ഞങ്ങൾക്കത് ഘടകമല്ല. അപ്പോൾ ഞങ്ങൾ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും ഒരേപോലെയാണ് മത്സരിക്കുന്നത്. പക്ഷേ 20 ജയിക്കില്ല എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. മാക്സിമം സീറ്റ് ജയിക്കാനാണ് ശ്രമിക്കുന്നത്. അത് ഇത്ര എന്ന് ഇപ്പൊ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാക്സിമം സീറ്റുകൾ ജയിക്കണം. പാർലമെന്റിൽ ഇനി കേരളത്തിന് വേണ്ടി, കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി സംസാരിക്കാൻ ആളുണ്ടാവണം. കേരളത്തിൽ 2019 കേരളത്തിന് പോയിട്ടുള്ള 20 പാർലമെന്റ് മെമ്പർമാരും അവർ കഴിഞ്ഞ 5 കൊല്ലക്കാലവും പാർലമെന്റിൽ വാ തുറന്നത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടല്ല. അവർ നരേന്ദ്രമോദിയെ കൂക്കി വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ട് കൂക്കി വിളിക്കുന്നവരെ പാർലമെന്റിലേക്ക് അയക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. കേരളത്തിന് വേണ്ടി സംസാരിക്കുന്നവർ പാർലമെന്റ് ഉണ്ടാകണം. അത് കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ പറയും. കേരളത്തിലെ ജനങ്ങളോട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഉണ്ട് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങളല്ലേ പുറത്തുവിടുന്ന ഓരോ ദിവസവും ഓരോ സ്ഥാനാർത്ഥികളെ? അല്ല, ബി ജെ പി ഒരു സ്ഥാനാർത്ഥിക പട്ടിക തയ്യാറാക്കി. ആ സ്ഥാനാർത്ഥിക പട്ടിക ഞാൻ ഈ ഒരു പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറയുകയാണെങ്കിൽ പിന്നെ ആ പട്ടികയ്ക്ക് എന്ത് പ്രസക്തിയുള്ളത്? ആ പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് കൊടുക്കുന്നതാണ്. നിങ്ങൾ കുറേ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഞങ്ങളിങ്ങനെ അത് വളരെ സന്തോഷത്തോടുകൂടി ആസ്വദിക്കുന്നുണ്ട്. കുറേ ദിവസം നമ്മുടെ പേരൊക്കെ പത്രത്തിൽ വരുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം. കുഴപ്പമൊന്നുമില്ല. ലിസ്റ്റ് 2-3 ദിവസത്തിനകം. അല്ല, അങ്ങനെയല്ല. ഞങ്ങൾ ഇപ്രാവശ്യം സംസ്ഥാന നിയമസഭകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ അങ്ങനെ ഒരു സമീപനം. ഓരോ സമയത്തും ഓരോ സ്ട്രാറ്റജിയാണല്ലോ പാർട്ടി സ്വീകരിക്കുക. 5 സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുന്ന പാർട്ടി വിലയിരുത്തിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ കുറച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത്. അത് കേന്ദ്ര പാർട്ടിയുടെ ഒരു സ്ട്രാറ്റജിക്കൽ മൂവാണ്. അത് പ്രയോജനമുള്ളതുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും. അതെവിടെയാ കഴിഞ്ഞ പ്രാവശ്യം? എനിക്ക് മനസ്സിലായില്ല. ഒരാൾ 2 സ്ഥലത്ത് മത്സരിക്കുന്നു. വേണ്ടി വന്നാൽ മത്സരിക്കും. അത് സാഹചര്യം പോലെയല്ല. അതിനു മുമ്പ് മത്സരിച്ചിട്ടില്ലല്ലോ. അതൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടി കേന്ദ്ര നേതൃത്വമാണ്. ആര് എവിടെ മത്സരിക്കണം, എങ്ങനെ മത്സരിക്കണം, ഇതൊക്കെ പാർട്ടി കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. അതിലൊന്നും സംസ്ഥാന ഘടകത്തിന് റോളുമില്ല. കേന്ദ്ര നേതൃത്വം ഈ പ്രാവശ്യം അങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മത്സരിക്കും. അല്ല, ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലല്ലോ.
ലീഗ് ഒരു സാമുദായിക പാർട്ടിയല്ലേ? പിന്നെ മുസ്ലിം ലീഗ് നരേന്ദ്രമോദിയുടെ അനുകൂലമുണ്ടോ? അത് ആദ്യം പറയട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അത് അവരാണല്ലോ പറയുന്നത്. ഞങ്ങൾ മുസ്ലിം ലീഗിനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് കാണുന്നില്ല. മുസ്ലിം ലീഗ് ഒരു സാമുദായിക പാർട്ടിയാണ്. മുസ്ലിം ലീഗിന്റെ എല്ലാ സമ്മേളനങ്ങളും അവർ പ്രസംഗിക്കും അത് തന്നെയാണ്. ഈ രാജ്യത്തെ എല്ലാവർക്കും വേണ്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് മുസ്ലിം ലീഗ് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. മുസ്ലിം ലീഗിന്റെ സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടന്നപ്പോൾ മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് പരസ്യമായിട്ട് പ്രസംഗിച്ചത് ഞങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു പാർട്ടി എങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാകുന്നു?